ചിലർ പറയാറുണ്ട്, ഡോക്ടറെ ഈ തുമ്മൽ അല്ലെങ്കിൽ അലർജി എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ, കുറച്ച് വർഷമായി ഞാൻ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, ഇത് പൂർണ്ണമായി മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇത്തരക്കാര് അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അതിലൊന്നാമത്തേതാണ് പൊടിപടലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടന്, സോഫ, കുഷ്യൻ പോലുള്ളവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ കാറ്റുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പൂക്കളിൽ നിന്ന് വരുന്ന പൊള്ളൻ അല്ലെങ്കിൽ പൂമ്പൊടി പോലുള്ളവ നേരിട്ട് ശ്വാസകോശത്തിൽ എത്തുകയും ചിലരിൽ ഇത് അലർജി, തുമ്മൽ കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യാം. മൂന്നാമത് വരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പെറ്റ് ആനിമൽസ് ആയ നായ, പൂച്ച പോലുള്ളവയിൽ നിന്ന് നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. കാരണം മൃഗത്തിന്റെ രോമം, സലൈവ, ആനിമൽ ഡാൻഡ്രഫ് പോലുള്ളവയിൽ നിന്നുള്ള നേർത്ത പൊടിപടലങ്ങൾ ശ്വാസകോശത്തിൽ എത്തുമ്പോൾ ചിലരിൽ അത് ആസ്മ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കാം. കൂടാതെ ഈർപ്പമുള്ള വീട്ടുമതിൽ, ബാത്റൂം, കിച്ചണ്, പഴകിയ പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, സർക്കുലേഷൻ കുറവുള്ള റൂമുകളിലും വളരുന്ന ഫംഗസ് സ്പോറുകൾ വായുവിലേക്ക് കടന്നാലും ചിലർ നിർത്താതെ തുമ്മാറുണ്ട്. ഇത്തരം അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ശരീരത്തിന്റെ പ്രതിരോധം കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളായ വൈറ്റമിൻ സി പോലുള്ള പഴങ്ങളും മഞ്ഞളി, ഇഞ്ചി, വെളുത്തുള്ളി പോലുള്ളവ കൂടുതലായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അലർജി കുറയാനും സഹായകമാകും.